അതിരപ്പള്ളിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ മനുഷ്യാവാസ വ്യവസ്ഥകളിൽ നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള 2 മാസത്തിലേറെ നീണ്ട ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതായി വനംവകുപ്പ് പറയുന്നു. ജൂൺ 2-ന് 100 വനം ജീവനക്കാരെ വിന്യസിച്ചുകൊണ്ട് ആരംഭിച്ച ഈ നീക്കം മനുഷ്യ-ആന ആടുകൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കി. ഡ്രൈവ് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയും ശരാശരി 52 എണ്ണം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ആഴ്ചയിൽ 4 ആയി ഇത് കുറഞ്ഞു. ഓപ്പറേഷനുകളിൽ 18 ആനകളെ തുരത്തി നിലവിൽ 1 ആന മാത്രമേ ഈ മേഖലയിൽ നീങ്ങുന്നുള്ളൂ. 100 വനം ജീവനക്കാരെ ഉൾപ്പെടുത്തി ജൂൺ 2-നാണ് ഈ നീക്കം ആരംഭിച്ചത്. തുമ്പൂർ മൂഴിയിൽ 3 വനം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ സമീപകാല സംഭവത്തെ പോലും മനുഷ്യ-ആന ആൾക്കൂട്ട സംഘർഷമായി വിശേഷിപ്പിക്കാൻ കഴിയില്ലെന്നും അതൊരു മനുഷ്യവാസ കേന്ദ്രത്തിലും സംഭവിച്ചിട്ടില്ലെന്നും ചാലക്കുടി DFO വെങ്കിടേശ്വരൻ പറഞ്ഞു. വനം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നപ്പോഴാണ് സംഭവം നടന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. നിസ്സാരമായ വിമർശനങ്ങൾ അവരുടെ മനോഭാവത്തെ തകർക്കരുതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. ആനത്താരകളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നത് മനുഷ്യ-ആന സംഘർഷം കുറയ്ക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് നയിക്കുന്ന വഴികൾ ആനകൾക്ക് ലഭ്യമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ദിലീപ് സാർക്കേസ് സ്റ്റഡി അബ്രോഡ് PhD നിങ്ങൾക്ക് ഇനി വിദേശത്തും ചെയ്യാം. യൂറോപ്പ് ഈസ് ദ ഹോപ്പ്. ദിലീപ് സാർക്കേസ് ഈസ് ദ പാത്ത്. Dileep's Arcase Study Abroad.